പ്രിയപ്പെട്ടവരെ, അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഇലക്ഷനാണ്. ഞാൻ കഴിഞ്ഞ പെരുന്നാളിൻ്റെ ഖുത്ബയ്ക്ക് ശേഷം നിർണായകമായ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇനി അതിലേക്ക് കടക്കുന്നില്ല. നമ്മളൊക്കെ നല്ല പൗരബോധമുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യത്തിൽ പ്രതിബദ്ധതയും പ്രബുദ്ധതയുമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട നമ്മുടെ ന്യൂജൻ കുട്ടികളൊക്കെ ഉണ്ട്. ഈ വർഷത്തെ ഇലക്ഷന് വിരൽത്തുമ്പ് ഉപയോഗിക്കാനുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടി ആ പൗരബോധമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് പെരേന്നൊരു വാപ്പ വസീയത്ത് പറയും പോലെ ആവണം മക്കളെ ഇലക്ഷന് പറഞ്ഞേക്കേണ്ടത്. വോട്ട് ചെയ്യാത്ത ഒരാളുണ്ടായിരുന്നു. ചില ആൾക്കാരുണ്ട് മനം എടുത്തിട്ട് ഈ ഏർപ്പാടിനൊന്നും ഞാനില്ല, ഞാനിങ്ങനെ ഇതിനോടൊന്നും എന്താ പറയുക നല്ല സമീപനം സ്വീകരിക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് മുഖ്യധാരയിൽ നിന്ന് പിറകെ പോയി നിൽക്കുന്ന ആൾക്കാർ. അതും അനീതിയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ വിരലറ്റം നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ വിരൽ തുമ്പുകളെ, നമ്മുടെ സമ്മതിദാന അവകാശം അത് നമ്മുടെ കയ്യിലുള്ളൊരു വെപ്പണാണ്. ആ മോഡേൺ വെപ്പൺ, ആ അത്യാധുനിക സജ്ജീകരണമുള്ള ആയുധം നമ്മൾ ഉപയോഗിച്ചേ തീരൂ. എല്ലാവരും ചിന്തിക്കുക, മതേതര ഇന്ത്യ മരിക്കാൻ പാടില്ല. നിർമ്മല സീതാരാമൻ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയാണ്. ആ നിർമ്മല സീതാരാമൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മന്ത്രിയാണ്. ആ മന്ത്രിയുടെ ഭർത്താവ് തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഡിക്ലെയർ ചെയ്തൊരു കാര്യമുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇനിയൊരു തെരഞ്ഞെടുപ്പ് കൂടി ഈ ബന്ധപ്പെട്ട NDA സർക്കാർ വരികയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ അവർ പൊളിച്ചെഴുതും. അയോധ്യയിലെ ഒരു നിലവിലെ MP, അദ്ദേഹം ഇപ്പൊ അവിടെ സമ്മതിദാന അവകാശം തേടാൻ പോവാൻ. ആ MP അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് അറിയാതെ വീണുപോയൊരു വാക്ക് അത് പത്രമാധ്യമങ്ങൾ പെറുക്കിയെടുത്ത് ലോകത്തിന് വിതരണം ചെയ്തു. എന്താ അദ്ദേഹം പറഞ്ഞത്? 272 സീറ്റ് ഉണ്ടെങ്കിൽ ഏത് പാർട്ടിക്കും കേവല ഭൂരിപക്ഷം കിട്ടും. ഒറ്റക്ക് ഭരിക്കണമെങ്കിൽ 272 സീറ്റ് മതി. പക്ഷേ ഈ പ്രാവശ്യം നമുക്കത് പോരാ. അദ്ദേഹം പറയാൻ, BJPയുടെ അയോധ്യയിലെ സിറ്റിംഗ് MP പറയാണ്, ഈ വർഷം നമുക്കത് പോരാ. അതുകൊണ്ട് 400ന്റെ മുകളിലേക്ക് 3/2 ഭൂരിപക്ഷം ലോകസഭയിലെ മൊത്തം MP-മാരെ എണ്ണി നോക്കുമ്പോൾ അതിൽ 3/2 നമ്മൾ ആളുകളാകണം. അതെന്തിനാണ് എന്ന് അണികൾ ചോദിച്ചപ്പോ ആ MP സ്റ്റേജിൽ നിന്ന് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഇടയിൽ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. 3/2 ഉണ്ടായാലേ ഡോക്ടർ ഭീമാ റാവു അംബേദ്കർ എഴുതി വെച്ച ഭരണഘടനയെ പൊളിച്ചെഴുതാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മൾ അറിയിക്കും, നമ്മൾ ചിന്തിക്കണം എവിടേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് ഈ അവസാനത്തെ വണ്ടി നമ്മൾ നല്ല രീതിയിൽ ബദ്ധശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം. ഇതൊരു മനുഷ്യന്റെ നിർണായകമായ നീതിയുടെ അവസാനത്തെ അണിയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇനി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ശവക്കല്ലറയിലെ ഒടുക്കത്തെ അടിക്കാൻ അവർ ഹാമർ ഉയർത്തുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ വിരലുകളെ നിങ്ങൾ അമർത്തി കഴിയണം. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ മുമ്പിൽ